ഹായ് സുഹൃത്തുക്കളെ, ഇന്ന് ഞാൻ ഒരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നത്. എല്ലാവരും വീഡിയോ കാണണം, ലൈക്ക് ചെയ്യണം, ഫോളോ ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. എല്ലാവരും ഈ വീഡിയോ കാണാൻ മറക്കരുത്. ഇന്ന് ഞാൻ പറയാൻ പോണത് നല്ലൊരു സുഹൃത്തിനെ പറ്റിയാണ്. എങ്ങനെയായിരിക്കണം നല്ലൊരു സുഹൃത്ത് എന്നതിനെക്കുറിച്ചാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. എല്ലാ ആളുകൾക്കും സുഹൃത്തുക്കളുണ്ട്, പക്ഷേ നല്ലൊരു സുഹൃത്ത്, എല്ലാം തുറന്ന് പറയാൻ പറ്റിയൊരു സുഹൃത്തിനെ എല്ലാവർക്കും കിട്ടണമെന്നില്ല കേട്ടോ. നമ്മൾ വിചാരിക്കും ചിലവരൊക്കെ നമ്മുടെ നല്ലൊരു സുഹൃത്താണെന്ന്, പക്ഷേ അവരൊന്നും നമ്മളെ നല്ല സുഹൃത്താവില്ല. ചില കാര്യം നമ്മുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഒരു തെറ്റ് വീണ് പോയാൽ അതിൽ പിടിച്ച് അവർ കയറും. നീ അങ്ങനെ പറഞ്ഞില്ലേ, നിനക്ക് അങ്ങനെ പറയാൻ കൊള്ളാവോ, അങ്ങനെയാണ്, ഇതാണ് മറ്റേയാണ് എന്ന് പറഞ്ഞ് അവിടെ വെച്ച് അവർ ആ സൗഹൃദം എടുത്ത് കളയും. ആ ഒരാൾ നല്ലൊരു സുഹൃത്തല്ല കേട്ടോ. മനുഷ്യനാണ്, തെറ്റും കുറ്റവും ഒക്കെ പറ്റും. അവരെ മനസ്സിലാക്കാൻ പഠിക്കണം മനുഷ്യൻ. നമ്മളൊരു സുഹൃത്തിനെ മനസ്സിലാക്കേണ്ടത് അവൻ്റെ കയ്യിൽ നിന്നൊരു തെറ്റ് പറ്റി, അത് കളയുക. അവനെ നമ്മൾ കുറച്ചുകൂടി മനസ്സിലാക്കുക. ചിലപ്പോൾ അവൻ്റെ വായിൽ നിന്ന് വീണതാണ് എന്ന് മനസ്സിലാക്കി നമ്മൾ അവനെ ചേർത്ത് പിടിക്കുക. അവൻ്റെ ദുഃഖങ്ങളെ കൂടെ നമ്മൾ നിൽക്കുക. എന്നാലേ നല്ലൊരു സുഹൃത്താവാൻ നമുക്ക് കഴിയുള്ളൂ. നമ്മുടെ ദുഃഖങ്ങളൊക്കെ ചിലപ്പോൾ നമ്മുടെ ഭർത്താവിനോടോ മക്കളോടോ ഒന്നും പറയാത്ത ചില കാര്യങ്ങൾ കാണും. അതൊക്കെ നമുക്കൊരു നല്ലൊരു സുഹൃത്തിനോട് സംസാരിക്കാം, അഭിപ്രായം ചോദിക്കാം. അവർ നമുക്ക് പറഞ്ഞു തരും. നല്ലൊരു സുഹൃത്താണെങ്കിൽ നീ വിഷമിക്കേണ്ട, അതൊക്കെ പോട്ടെ, അതൊക്കെ ജീവിതത്തിലുണ്ടായ സംഭവങ്ങളാണ്, അതൊക്കെ പോട്ടെ, അതൊക്കെ നമ്മൾ നേരിടണം എന്ന് പറഞ്ഞ് നമ്മളെ മനസ്സിലാക്കി തരുന്ന നല്ലൊരു സുഹൃത്ത്, അതാണ് നമുക്ക് വേണ്ടത്. അത് എല്ലാവർക്കും ഒന്നും കിട്ടില്ല കേട്ടോ. അത് ചിലർ കുറച്ച് ആളുകൾക്ക് അവരെ ചങ്ക് പോലെ നിൽക്കുന്ന നല്ല സുഹൃത്തുക്കൾ, അങ്ങനെയുള്ള കുറച്ച് ആളുകൾ ഭാഗ്യമുള്ളവരാണ് കേട്ടോ. ചില ആളുകൾ നമ്മൾ നല്ല സുഹൃത്താണെന്ന് പറഞ്ഞ് നിന്നിട്ട് നമ്മൾ പറയുന്നതെല്ലാം അവർ മനസ്സിലാക്കി കേട്ടിട്ട് വേറൊരാളുടെ അടുത്ത് പറയും അവരങ്ങനെയാണ് പറഞ്ഞത്, ഇങ്ങനെയാണ്, അവരുടെ വീട്ടിൽ ആ പ്രശ്നമാണ്, ഇങ്ങനെയാണ് എന്നൊക്കെ പറയുന്നവരുണ്ട്. നമ്മൾ മനസ്സ് വിചാരിക്കും, ഇവർ നല്ല സുഹൃത്താണ്, നമ്മളെ ചേർത്ത് പിടിക്കും, നമ്മൾ പറയുന്നതൊന്നും ആരടുത്തും പറയില്ല എന്ന് ചിന്തിക്കുന്ന നമ്മളടുത്ത് അവർ കാണിക്കുന്നത് വേറൊരു രീതിയിലായിരിക്കും. നമ്മളറിയത്തില്ല. നമ്മളെ മനസ്സിലെപ്പോഴും കാണും ഇവർ നല്ലൊരു സുഹൃത്താണ്, നമുക്ക് എപ്പോഴും വേണമെങ്കിലും അവരുടെ നമ്മുടെ ദുഃഖങ്ങൾ പറയാം എന്നൊക്കെ. പക്ഷെ അവരങ്ങനെ ആയിരിക്കില്ല. അവരിത് കേട്ടിട്ട് വേറൊരാളുടെ അടുത്ത്, അവർ വേറൊരു സുഹൃത്തിൻ്റെ അടുത്ത് പറയും, ഇങ്ങനെയാണ്, അവരങ്ങനെയാണ്, ഇങ്ങനെയാണ്, അവരിങ്ങനെ പറഞ്ഞ് അവർ വീട്ടിൽ ഇന്ന പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെ പറയുന്ന ആൾക്കാരും ഉണ്ട് കേട്ടോ. അങ്ങനെയുള്ളവരുണ്ട്. അങ്ങനെയുള്ളവർ ഒരിക്കലും ഒരു നല്ല സുഹൃത്തല്ല. അങ്ങനെ ഒരിക്കലും ആ ആളിൻ്റെ ദുഃഖം അവരുടെ മനസ്സിൽ വയ്ക്കുക, അത് ആരോടും പറയാതെ അവരെ ചേർത്ത് പിടിക്കുക. ഒരു സുഹൃത്തെന്ന നിലയിൽ ആളിനെ ചേർത്ത് പിടിച്ച് അവരെ കൂടെ നിൽക്കുക. എത്ര പേർക്കുണ്ട് ചങ്ക് പോലെ നിൽക്കുന്ന സുഹൃത്തുക്കൾ, നമ്മൾ എന്ത് പറഞ്ഞാലും ആരോടും പറയാത്തതും നമ്മളെ ചേർത്ത് പിടിക്കുന്നതും നമ്മുടെ തെറ്റുകുറ്റങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരുവാനും നമ്മളെ നല്ല വഴിക്ക് നടത്താനും നമ്മളെ സ്നേഹിക്കാനും നമ്മളെ ദുഃഖങ്ങൾ അവരും കൂടി ചേരുന്ന എത്ര പേർക്കാണ് ഇങ്ങനെയുള്ള നല്ല സുഹൃത്തുക്കൾ ഉള്ളത്. കമൻ്റ് ഇടാൻ മറക്കണ്ട. ഒരു നല്ല സുഹൃത്തിൻ്റെ ഒരു ക്വാളിറ്റി എന്ന് വെച്ചാൽ ജീവിതത്തിൽ നമുക്ക് നല്ലൊരു സുഹൃത്ത് വേണം. നമ്മുടെ സങ്കടങ്ങൾ പറയാനും സന്തോഷം പറയാനും ഒക്കെയുള്ള എല്ലാവർക്കും നല്ലൊരു സുഹൃത്തിനെ കിട്ടട്ടെ.